തിയേറ്ററുകളിൽ പരാജയപ്പെടുകയും പിന്നീട് കൾട്ട് ക്ലാസിക്കുകളായി മാറുകയും ചെയ്ത മലയാളത്തിലെ 5 മികച്ച ചിത്രങ്ങൾ. ചന്ദ്രോത്സവം. രഞ്ജിത്ത് രചനയും സംവിധാനവും നിർവഹിച്ച മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലും നടി മീനയും ഒന്നിച്ചഭിനയിച്ച ചിത്രമായിരുന്നു ചന്ദ്രോത്സവം. ഒരു റൊമാന്റിക് ഡ്രാമ ചിത്രമായ ചന്ദ്രോത്സവം ഇന്ന് പ്രേക്ഷകർക്ക് ഏറെ പ്രിയമുള്ള ചിത്രങ്ങളിൽ ഒന്നാണ്. എന്നാൽ 2005-ൽ റിലീസ് ചെയ്ത ഈ ചിത്രം തിയേറ്ററുകളിൽ പരാജയമായിരുന്നു കാഴ്ചവെച്ചത്. ഗാനങ്ങൾ കൊണ്ടും ചിത്രീകരണം കൊണ്ടും പ്രകടനം കൊണ്ടും അതിമനോഹരമായ ഈ ചിത്രം പരാജയമായിരുന്നു എന്നത് പ്രേക്ഷകർക്ക് പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. വിഷുവിനോടനുബന്ധിച്ചായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ റിലീസിനെത്തിയത്. അന്നേ ദിവസം തന്നെ റിലീസിനെത്തിയ മറ്റു ചിത്രങ്ങളായിരുന്നു ദിലീപിന്റെ കൊച്ചി രാജാവും പൃഥ്വിരാജിന്റെ അത്ഭുത ദ്വീപും. ഇരു ചിത്രങ്ങളും ആ വിഷുക്കാലം കൈയടക്കിയപ്പോൾ ചന്ദ്രോത്സവം വേണ്ടത്ര ശ്രദ്ധ നേടാതെ പോയി. നടി മീന അക്കാലത്തെ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, ഉദയനാണ് താരം പോലെ ഒരു ചിത്രം മെഗാ ഹിറ്റാകുമെന്നും ചന്ദ്രോത്സവം പോലെ ഒരു ചിത്രം പരാജയപ്പെടുമെന്നും താൻ പ്രതീക്ഷിച്ചതേയില്ല എന്ന്. ബോക്സ് ഓഫീസ് പ്രവചനാതീതമാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് ടെലിവിഷനിലൂടെയും യൂട്യൂബ് പോലുള്ള സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളിലൂടെയും ഈ ചിത്രം ജനപ്രിയമായി മാറുകയായിരുന്നു. അഴകിയ രാവണൻ. ശ്രീനിവാസൻ രചന നിർവഹിച്ച് കമൽ സംവിധാനം ചെയ്ത് 1996-ൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമാണ് അഴകിയ രാവണൻ. ചിത്രത്തിലെ ഗാനങ്ങളും ചില നർമ്മരംഗങ്ങളും ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ തങ്ങി നിൽക്കുന്നവയാണ്. വെണ്ണില ചന്ദനക്കിണ്ണം എന്ന ഗാനം ഏറ്റെടുക്കാത്ത മലയാളി പ്രേക്ഷകർ ഉണ്ടാകില്ല. ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച അംബുജാക്ഷൻ എന്ന കഥാപാത്രം വലിയ ശ്രദ്ധ നേടുകയും പിന്നീട് ഇതിന്റെ ഒരു സ്പിൻ ഓഫ് ചിത്രം മലയാളത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. എന്തൊക്കെ ശ്രദ്ധ നേടിയെന്ന് പറഞ്ഞാലും ചിത്രം തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. പ്രേക്ഷകർ സ്ഥിരം കണ്ടുപോരുന്ന ഒരു നായക കഥാപാത്രം ഈ സിനിമയിൽ കാണാൻ സാധിക്കാത്തത് കൊണ്ടോ മറ്റൊരാൾക്കൊപ്പം കഴിഞ്ഞ നായികയെ നായകൻ സ്വീകരിച്ചത് കൊണ്ടോ അക്കാലത്ത് പ്രേക്ഷകർക്ക് ഈ ചിത്രം ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഈ സിനിമയുടെ പരാജയം പോലെ മറ്റൊരു പരാജയവും തന്നെ സങ്കടപ്പെടുത്തിയിട്ടില്ല എന്നാണ് മമ്മൂട്ടി തന്റെ പല അഭിമുഖങ്ങളിലും അക്കാലത്ത് പറഞ്ഞിരുന്നത്. അന്ന് തിയേറ്ററുകളിൽ വിജയം സൃഷ്ടിച്ചില്ലെങ്കിലും പിന്നീട് പ്രേക്ഷകർ ഇരു കൈയും നീട്ടി ഈ ചിത്രത്തെ സ്വീകരിച്ചു. ദേവദൂതൻ. സിബി മലയിൽ സംവിധാനം ചെയ്ത മനോഹരമായൊരു റൊമാന്റിക് മിസ്റ്ററി ത്രില്ലർ ചിത്രമാണ് ദേവദൂതൻ. മോഹൻലാൽ വേഷമിട്ട ഈ ചിത്രത്തെ കാലം തെറ്റി വന്ന സിനിമ എന്നാണ് പലരും വിശേഷിപ്പിക്കാറ്. സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഈ ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ വിദ്യാസാഗർ ആയിരുന്നു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയായിരുന്നു ഇതിലെ ഗാനങ്ങൾക്ക് വരികൾ തയ്യാറാക്കിയത്. കരളേനിൻ കൈപ്പിടിച്ചാൽ എന്ന ഗാനത്തിലെ വരികൾ സിനിമയുടെ അത്രയേറെ ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന വരികളായിരുന്നു. മികച്ച നിരൂപക പ്രശംസ നേടിയെങ്കിലും ഈ ചിത്രം തിയേറ്ററുകളിൽ പരാജയപ്പെടുകയായിരുന്നു. 2000 ഡിസംബർ 25-ന് ക്രിസ്തുമസിനോടനുബന്ധിച്ചായിരുന്നു ഈ ചിത്രത്തിന്റെ റിലീസ്. അതേ ദിവസം റിലീസിനെത്തിയ തെങ്കാശി പട്ടണം ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായി മാറുകയും 275 ദിവസം തിയേറ്ററുകളിൽ ഓടുകയും ചെയ്തു. തെങ്കാശി പട്ടണത്തിന്റെ വിജയവും ദേവദൂതന്റെ ആശയം അക്കാലത്തെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയതും ചിത്രത്തിന്റെ പരാജയത്തിന് കാരണമായി. പിന്നീട് വലിയ രീതിയിലുള്ള ആരാധക വൃന്ദം തന്നെയായിരുന്നു ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചത്. ഈ ചിത്രം സഞ്ചരിച്ചത് അതിന്റെ സമയത്തേക്കാൾ അല്പം മുന്നിലായിരുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്. ഗപ്പി. ജോൺ പോൾ ജോർജ് രചനയും സംവിധാനവും നിർവഹിച്ച് 2014-ൽ പുറത്തിറങ്ങിയ ഒരു ഡ്രാമ ചിത്രമാണ് ഗപ്പി. ചേതൻ ജയലാൽ, ടോവിനോ തോമസ് എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ചത്. ഈ ചിത്രം അല്പം ലാഗ് ആയിരുന്നുവെങ്കിലും മികച്ച കഥാതന്തു ഉള്ള ഒരു ചിത്രമായിരുന്നു. പ്രതീക്ഷ എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ചിത്രം അണിയിച്ചൊരുക്കിയത്. അക്കാലത്ത് ടോവിനോ എന്ന താരം മലയാള സിനിമയിൽ വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നില്ല. അക്കാരണം കൊണ്ടും നിരവധി താരമൂല്യമുള്ള സിനിമകൾക്കൊപ്പം റിലീസ് ചെയ്തതുകൊണ്ടും ചിത്രം അല്പം ലാഗ് ആയതും ഗപ്പിയുടെ പരാജയത്തിന് കാരണമായി. പിന്നീട് ഡിവിഡികൾ പുറത്തിറങ്ങിയപ്പോൾ ഏറെ സ്വീകാര്യത നേടിയ ചിത്രമായി ഗപ്പി മാറി, പ്രത്യേകിച്ച് യുവ പ്രേക്ഷകർക്കിടയിൽ. തൂവാനത്തുമ്പികൾ. മലയാളി പ്രേക്ഷകരിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ഒന്നാം രാഗം എന്ന ഗാനവും ജയകൃഷ്ണനും ക്ലാരയും എല്ലാം ഉള്ള തൂവാനത്തുമ്പികൾ എന്ന ചിത്രം തിയേറ്ററുകളിൽ പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു. ദേവദൂതൻ എന്ന ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത് പോലെ തന്നെ പലരും തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തെയും കാലം തെറ്റി വന്ന സിനിമ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച ഈ മോഹൻലാൽ ചിത്രം 1987-ലാണ് പുറത്തിറങ്ങിയത്. 2 സ്ത്രീകളുമായി പ്രണയത്തിലാകുന്ന ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റി അണിയിച്ചൊരുക്കിയ ഈ ചിത്രത്തിന്റെ ആശയം അക്കാലത്തെ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയി. ഈ പരീക്ഷണ ചിത്രം തിയേറ്ററുകളിൽ പരാജയപ്പെട്ടെങ്കിലും ഇന്നും വലിയൊരു ആരാധക വൃന്ദമുള്ള മലയാളത്തിലെ റൊമാന്റിക് ചിത്രങ്ങളിൽ ഒന്നാണ് തൂവാനത്തുമ്പികൾ. അന്ന് പരാജയം നേരിട്ട ഈ ചിത്രം മലയാളത്തിലെ എക്കാലത്തെയും മികച്ചതും അവിസ്മരണീയവുമായ ചിത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. യുവ പ്രേക്ഷകർക്കിടയിൽ ഒരു കൾട്ട് ക്ലാസിക്കായി നിലകൊള്ളുന്ന മലയാള സിനിമയാണ് തൂവാനത്തുമ്പികൾ.